എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സയൻസിലെ ഒരു 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ സയൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 56 മുതൽ 75 വരെ ആട്ടോ ക്വസ്റ്റ്യൻ നമ്പർ ഉള്ളത്. 20 ചോദ്യങ്ങളാണ് ഉള്ളത്. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസിനെ എന്താണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം. എന്നാൽ ശരീരകോശങ്ങൾക്ക് വലിയ കേടുപാടൊന്നും ഉണ്ടാവുന്നുമില്ല. അപ്പോൾ അതേതാ വരിക? ഓപ്ഷൻ ബി ആൻറ്റിസെപ്റ്റിക്കുകളാണ്. ആൻറ്റിസെപ്റ്റിക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആൻറ്റിസെപ്റ്റിക്കുകളാണ് ആൻസർ വരിക. അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നുണ്ടാവും, ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പം എന്ത് രോഗം വന്നാലും ആദ്യം ആൻറ്റിബയോട്ടിക്കാണ് നമുക്ക് എഴുതുന്നത് അല്ലേ? ഇനി അനാൾജസിക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അനാൾജസിക് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സാണ് ആക്ച്വലി കേട്ടോ. അൻറ്റാസിഡുകൾ അറിയില്ലേ, നമ്മുടെ അസിഡിറ്റിയൊക്കെ ഇൻഡൈജഷനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൻറ്റാസിഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൻറ്റിസെപ്റ്റിക് ആയിരുന്നു. കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ. ആൻറ്റിബയോട്ടിക്, ആൻറ്റിസെപ്റ്റിക്, അനാൾജസിക്, അൻറ്റാസിഡുകൾ, അതൊന്ന് നോക്കി വയ്ക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ 57. പുകയിലയുടെ അമിത ഉപയോഗം മൂലം ഉള്ള ശ്വാസകോശ രോഗം ഏതാണ്? അപ്പോൾ ഒരു ശ്വാസകോശ രോഗമാണ് എന്താണ്? പുകയിലയുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാവുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ശ്വാസകോശ രോഗം ഏതാണ്? എംഫിസിമയാണ്. ഓപ്ഷൻ ബി എംഫിസിമയാണ് ആൻസർ വരിക. ആന്ത്രാക്സ് എന്താണ്? ന്യൂമോണിയ നമുക്കറിയാം. ആന്ത്രാക്സ് എന്താണ്? അതൊരു ബാക്ടീരിയ രോഗമാണ് അല്ലേ? ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. അത് മെയിനായിട്ട് മൃഗങ്ങൾക്കാണല്ലേ വരുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കൊക്കെ വരുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. സാസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് രോഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? എംഫിസിമയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പുകയിലയുടെ അമിത ഉപയോഗം മൂലമുള്ള ഒരു ശ്വാസകോശ രോഗമാണ് എംഫിസിമ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള ഒരു പകർച്ചവ്യാധി രോഗം ഏതാണ്? അതെ, ഓപ്ഷൻ ബി എലിപ്പനിയാണ്. എലിപ്പനി. ഓക്കെ, ഡെങ്കിപ്പനി, ചിക്കുൻകുനിയൊക്കെ നമ്മുടെ കൊതുക് വരുത്തുന്ന രോഗങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാനിടയുള്ള ഒരു പകർച്ചവ്യാധിയാണ് എലിപ്പനി. ഇനി 59ാമത്തെ ചോദ്യം, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? ഒളവണ്ണയിലാണ്. ഒളവണ്ണ കോഴിക്കോടാണ്. അവിടെയാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 60ാമത്തെ ചോദ്യം, മനുഷ്യ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു? ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണയാണ്? ഓപ്ഷൻ സി 72 തവണയാണ് സ്പന്ദിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. 61, സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഹീലിയമാണ് അല്ലേ? ഓപ്ഷൻ എ ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത്. കാരണം എന്താ? കാരണം സാന്ദ്രത വളരെ കുറവാണ്. ഓക്കെ, സാന്ദ്രത കൂടുതൽ ഖരത്തിനാണ്, വാതകത്തിന് കുറവാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ആണ്. 62, ഹൈഡ്രജനെ ഏത് ഗ്രൂപ്പിലാണ് പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഹൈഡ്രജൻ 1ാം ഗ്രൂപ്പിലല്ലേ? ഓപ്ഷൻ ബി 1ാം ഗ്രൂപ്പ്. ഓക്കെ, എത്ര ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ? 18 ഗ്രൂപ്പും 7 പീരീഡും ആണുള്ളത്. ക്രമാവർത്തന പ്രവണതകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഗ്രൂപ്പിൽ മേലെ നിന്ന് താഴോട്ട് പോകുമ്പം എന്തൊക്കെ സംഭവിക്കുന്നു, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, ക്രിയാശീലത, അതേപോലെ ആറ്റത്തിൻ്റെ വലുപ്പം, ന്യൂക്ലിയർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. നമുക്കറിയാം പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പം ആറ്റത്തിൻ്റെ വലുപ്പം കുറയാണ് ചെയ്യുക, ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുക, അയണീകരണ ഊർജം കൂടുകയാണ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൽ മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടും,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിച്ചു വെക്കണേ. 63ാമത്തെ ചോദ്യം, പീരിയോഡിക് ടേബിളിലെ വിവിധ ഗ്രൂപ്പുകളുടെ വിശദാംശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഓക്കെ, എല്ലാം കാണാലോ. ഓക്കെ, ഇനി ഇതിൽ ശരിയായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. ബോറോൺ കുടുംബം 13ാം ഗ്രൂപ്പ് ശരി, കാർബൺ കുടുംബം 14ാം ഗ്രൂപ്പ് ശരി, നൈട്രജൻ കുടുംബം 15ാം ഗ്രൂപ്പ് ശരി, ഓക്സിജൻ കുടുംബം 16ാം ഗ്രൂപ്പ് ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതെല്ലാം ശരിയാണ്. ഓക്കെ ആണോ? 64ാമത്തെ ചോദ്യം, ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാലോ. പ്രതല ബലമാണ് അല്ലേ, പ്രതല ബലം. ഓക്കെ, ഈ പ്രതല ബലം കാരണമാണല്ലോ നമ്മുടെ വെള്ളത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇതാണ് കേട്ടോ. അതേപോലെ തന്നെ എന്ത്, ജലോപരിതലത്തിലൂടെ ഈ സംഭവം നമ്മൾ പറഞ്ഞ പ്രാണികൾ പോകുന്നതൊക്കെ. ഇനി 65ാമത്തെ ചോദ്യം, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണമാണ് ഏത്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് അല്ലേ. ഗ്രാഫൈറ്റ് ഒരു കാർബണിൻ്റെ രൂപാന്തരത്വമാണ്. കാർബണിൻ്റെ രൂപാന്തരത്വങ്ങൾ പഠിക്കാനുണ്ട്. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 66, അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ സി, കാൾ ലാൻഡ് സ്റ്റീനർ ആണ്. കാൾ ലാൻഡ് സ്റ്റീനർ. ഓക്കെ, 67, ഏതാനും വൈറ്റമിനുകളുടെ പേര് ചുവടെ നൽകിയിരിക്കുന്നു. ഓക്കെ, കാണാലോ. ഇനി ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ശ്രദ്ധിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ശരിയാണ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് തെറ്റാണ്, വൈറ്റമിൻ സി തെറ്റാണ്, വൈറ്റമിൻ കെ ശരിയാണ്. അപ്പം 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പം നമുക്ക് എവിടെ ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്. 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് ഉള്ളത്. അപ്പം നമുക്കറിയാം കൊഴുപ്പിൽ ലയിക്കുന്നത് ആരൊക്കെയാണ്? എ, ഡി, ഇ, കെ. അതൊക്കെ കോഡ് പഠിച്ചവരുണ്ടാവും. ജലത്തിലാണെങ്കിൽ ബി, സി അല്ലേ. കൊഴുപ്പിൽ അടുക്കി വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ കോഡ് പഠിച്ചിട്ടുണ്ടാവുക. അതെ. 68, ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഓപ്ഷൻ ബി 120 80 മില്ലിമീറ്റർ മെർക്കുറി. 120/80 ആണ് ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത്. 69, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്. നമുക്കറിയാം ഗ്ലോബുലിനും ഫൈബ്രിനോജനും ഒക്കെ പ്ലാസ്മ പ്രോട്ടീനാണ്. അതിൽ രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? ഫൈബ്രിനോജൻ പഠിക്കുന്നത്. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏത് പഠിക്കുന്നത്? ഗ്ലോബുലിൻ പഠിക്കുന്നത്. ഇപ്പം രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതാണെങ്കിൽ ആൽബുമിനാണ് ശരിയായ ഉത്തരം. ഓക്കെ. 70, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതാണ്? കരളാണ് അല്ലേ. കരളാണ് ശരിയാണ്. 71, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കുന്ന ഏതാണ്? ആശ്വാസ് ക്ലിനിക്ക്. ആശ്വാസ് ക്ലിനിക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആശ്വാസ് ക്ലിനിക്ക് മാനസിക രോഗനിർണയം കേട്ടോ. മാനസിക രോഗ നിർണയത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആശ്വാസ് ക്ലിനിക്ക്. 72, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു നിശ്ചിത നിലയിൽ നിന്നും താഴ്ന്നു പോകുന്ന രോഗാവസ്ഥ. ഹീമോഗ്ലോബിൻ്റെ അളവ് താഴ്ന്നു പോകുന്നു. അപ്പോൾ ഏത് വരും? അതെ, അനീമിയ ആണ് അല്ലേ. അനീമിയ. ഓക്കെ. ഇനി 73, ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മരുന്നാണ് മെറ്റ്ഫോമിൻ? ഏതാണ്? പ്രമേഹമാണ്. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 ഒരു ബ്ലൂ വട്ടം അല്ലേ അതിൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്? അതെ. 74ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവരിൽ രക്തദാനം പാടില്ലാത്തത് ആർക്കാണ്? നമുക്ക് നോക്കാം. 45 കിലോഗ്രാമിലധികം ഭാരമുള്ളവർ, അവർക്ക് പറ്റും. 18 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവർ. ഓക്കെ. ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ, അവർക്ക് കഴിയോ? ഇല്ല.
പിന്നെ ഇതൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് രക്തദാനം പാടില്ലാത്തതെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി 75 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക് കേരള സർക്കാരിന് കീഴിലുള്ള ഏതാണ്? തിരുവനന്തപുരത്താണ് അല്ലേ? ഓപ്ഷൻ എ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എന്നാലും 2-3 അറിയാത്തതൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഇടാം. ഞാൻ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് ഇപ്പോൾ ഇടാത്തത് കൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാമല്ലോ. അല്ലാതെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമായി പോവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് തോനെ ചോദ്യങ്ങൾ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.